ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിയായിട്ടാണ്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓപ്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് നോട്ടാക്കിയിട്ട്, വളരെ ഷോർട്ട് നോട്ടാക്കിയിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലെ. ഇതിന് ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ഷോർട്ട് നോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കൊച്ചി മെട്രോ അല്ലെ. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതാണ് ശരിയായത് എന്ന് ചോദിച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ശരിയായതാ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 ആണോ? 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്? ആണല്ലേ. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. ഒന്നാമത്തെ ശരിയാണെങ്കിൽ നമുക്ക് ബി വെട്ടാം. പിന്നെ രണ്ടാമത്തെ നോക്കാം. KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. നമ്മൾ അങ്ങനെ കേട്ട് പരിചയം ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ. പിന്നെ അടുത്ത നോക്കാം. മൂന്നാമത്തെ കൊച്ചി മെട്രോയുമായി അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അപ്പൊ അതും ശരിയാണ് കേട്ടോ. അത് ശരിയാണ്. 3 ശരിയാണ്, 2 ശരിയാണ്. KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. അതേപോലെ കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? 18ാമത്തെ ആണോ? 18ാമത്തെ അല്ല കേട്ടോ, 8ാമത്തെ ആണ്. 18 അല്ല, 8ാമത്തെ മെട്രോ റെയിൽ ആണ് എന്ത്? കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ശരി? സി ആണ് ശരി അല്ലെ. അപ്പൊ നമുക്കിത് ഒന്ന് ചുരുക്കി പറയാം കൊച്ചി മെട്രോയെ കുറിച്ചിട്ട്. അപ്പൊ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാ? 2017 ജൂൺ 17 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പൊ അതിന് ചുമതല വെച്ചിരുന്നത് ആരാ? KMRL ആണ് അതിന് ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് എന്തിന്റെ അനുബന്ധ ജലപാതയാണ്? കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് എന്തിന്റെ അനുബന്ധ ജലപാതയാണ്? കൊച്ചി മെട്രോയുടെ അല്ലെ. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത തന്നെയാണ് എന്ത്? കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അതേപോലെ ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്നത് എത്രാമത്തെ റെയിൽവേ ആണ്? എത്രാമത്തെ മെട്രോ റെയിൽവേ ആണ്? 8ാമത്തെ. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽവേ ആണ് എന്ത്? കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. ഇതിന് ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് അതിനെല്ലാം വളരെ ഷോർട്ട് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇത് എന്താണോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തത് അത് വളരെ ചുരുക്കിയിട്ട് ലാസ്റ്റ് എൻഡിൽ കൊടുക്കാട്ടോ. അടുത്ത എന്താ? 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എവിടെ സ്ഥിതി ചെയ്യുന്ന കെയിംബുൾ ലംജാവോ? എവിടെയാ? മണിപ്പൂരിലാണ് കേട്ടോ. മണിപ്പൂരിലാണ് കെയിംബുൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരാണ്. സാങ്കായി മാനുകളൊക്കെ ഉള്ളത് എവിടെയാണ്? ഈ കെയിംബുൾ ലംജാവോയിലാണ്. എപ്പോഴും പേസ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ അല്ലെ. കെയിംബുൾ ലംജാവോ ദേശീയോദ്യാനം മണിപ്പൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ഏത് നഗര? അഹമ്മദാബാദ് ആണ് കേട്ടോ. അഹമ്മദാബാദാണ് എന്ത് നടപ്പിലാക്കിയ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാ ചോദിച്ചാൽ അഹമ്മദാബാദ് ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം എന്ന് തൊട്ടിട്ടാണ്? ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാ? ഖാരിഫാണ് കേട്ടോ. ഖാരിഫാണ്. ജൂൺ മാസത്തിൽ, അതായത് മഴ പെയ്യുമ്പോൾ, നമ്മുടെ മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഏത് കാലാണ്? ഖാരിഫാണ് കേട്ടോ. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ലുണ്ട്, ചോളുണ്ട്, പരുത്തിണ്ട്, കരിമ്പ്, അതൊക്കെ എന്താണ് ഖാരിഫ് വിളകളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്?
അവശിഷ്ട പർവ്വതങ്ങൾക്ക്, അതായത് റെസിഡ്യുവൽ പർവ്വതം ഉദാഹരണം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാ? അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാ? ഏതാ? ആരവല്യാണ് കേട്ടോ. ആരവല്യാണ് അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഏതാണ്? ആരവല്യാണ് അല്ലെ. അതേപോലെ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാവുന്ന മണ്ണിനം. എന്തിനാണ്? ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാ? അതായത് ഇത്രേ ഉള്ളൂ. കായാന്തര ശിലകളിൽ നിന്നും ഉണ്ടാവുന്ന മണ്ണിനം ഏതാ? കായാന്തര ശിലകളിൽ നിന്നും ഉണ്ടാവുന്ന മണ്ണിനം ചുമപ്പ് മണ്ണാണ് കേട്ടോ. ചുമപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ആണ്. ചുമപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ആണ് എന്ത്? കായാന്തര ശിലകളിൽ നിന്ന് ഉണ്ടാവുന്ന മണ്ണിന് അല്ലെ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, അതായത് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. അതായത് എന്തിനൊക്കെയാണ് ഈ ചെമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെ? ഇലക്ട്രിക്കൽ കേബിൾ നിർമ്മിക്കാൻ, അതായത് നമ്മുടെ കേബിളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രാസ വ്യവസായങ്ങളിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ കോപ്പർ എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ചെമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ. അപ്പൊ ഈ മധ്യപ്രദേശിലാണ് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പൊ ചെമ്പ് എന്തിനാ? ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ എന്തിനൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് കേബിൾ നിർമ്മിക്കുക, ഇലക്ട്രോണിക്സ്, രാസ വ്യവസായങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ചെമ്പാണ്. ആ സംഭവം കണ്ടുവരുന്നത് മധ്യപ്രദേശിലാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കൽക്കരിയുടെ ഉന്നത വകഭേദം. കൽക്കരിയുടെ ഉന്നത വകഭേദം, അതായത് കൽക്കരിയിൽ എന്താണ് ഏറ്റവും കൂടുതലുള്ള ഏതാ? അല്ല, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം കേട്ടോ. ഏതാ? ആന്ത്രസൈറ്റ് ആണ് കേട്ടോ. ആന്ത്രസൈറ്റ് ആണ്. കൽക്കരിയിലെ ഉന്നതമായ വകഭേദം ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? ആന്ത്രസൈറ്റ് ആണ്. കൽക്കരിക്ക് എത്ര വകഭേദങ്ങളുണ്ട്? 4 വകഭേദങ്ങളുണ്ട് അല്ലെ. കാർബണിന്റെ അളവ് അനുസരിച്ചിട്ടാണ് കൽക്കരിയെ 4ആയി തിരിച്ചിട്ടുള്ളത്. അതായത് കൽക്കരിക്ക് എത്ര വകഭേദം ഉണ്ട് ചോദിച്ചാൽ 4ആണ്. ആന്ത്രസൈറ്റ് ഉണ്ട്, ബിറ്റുമിനസ് ഉണ്ട്, ലിഗ്നൈറ്റ് ഉണ്ട്, പീറ്റ് ഉണ്ട് അല്ലെ. അതിൽ ഈ പറയുന്നുണ്ട് എന്തിന്റെ അളവിലാണ്? കാർബണിന്റെ അളവിലാണ് അല്ലെ. അപ്പൊ ഏറ്റവും മികച്ച ഇനം കൽക്കരിയുടെ ഏറ്റവും മികച്ച ഇനം അല്ലെങ്കിൽ കാർബണിന്റെ ഏറ്റവും മികച്ച ഇനം ഏതാ ചോദിച്ചാൽ എന്താ പറയാ? ആന്ത്രസൈറ്റ് ആണ് അല്ലെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനം ഏതാ? ബിറ്റുമിനസ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനം ഏതാന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ് ആണ്. അതേപോലെ തവിട്ട് കൽക്കരി എപ്പോഴും ചോദിക്കാറുണ്ട്. തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്ന ഏതാ? ലിഗ്നൈറ്റ് ആണ് അല്ലെ. ലിഗ്നൈറ്റ് ആണ്. തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് ആണ്. അതേപോലെ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാ? പീറ്റ് ആണ് കേട്ടോ. പീറ്റ് ആണേ. അപ്പോ ഇത്രയും നമ്മൾ പഠിച്ചത് ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയാം. അതായത് കൊച്ചി മെട്രോ നമ്മൾ പറഞ്ഞു 2017 ജൂൺ 17 KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിച്ചത്. അതേപോലെ കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. 8ാമത്തെയാണെന്ന് പറഞ്ഞു. അതേപോലെ കേംബ്രിഡ്ജ് എംജാവ് എവിടെയെന്നാ പറഞ്ഞ? മണിപ്പൂരാണ്. അതേപോലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാന്ന് പറഞ്ഞ അഹമ്മദാബാദ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഖാരിഫ് വിളകൾ എന്ന് പറഞ്ഞാൽ ഏത് മാസം തുടങ്ങി ഏത് മാസം വരെയാണ്? ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെയാണ് അല്ലെ. അതേപോലെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാ? ആരവല്ലിയാണ് അല്ലെ. ആരവല്ലി എന്ന് പറയുന്ന ഒരു അവശിഷ്ട പർവ്വതമാണെന്ന് പറഞ്ഞു. അതേപോലെ കായാന്തര ശിലകളിൽ നിന്ന് ഉണ്ടാവുന്ന മണ്ണിന് ഏതാന്ന് ചോദിച്ചേതാ? ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ ചെമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ ചെമ്പ് ഏതിനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ കൽക്കരിയുടെ കൽക്കരിയുടെ ഉന്നതമായ വകഭേദം അതായത് ഏറ്റവും കൂടുതലൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 80% ഉണ്ട് എന്ന് പറഞ്ഞു. ആന്ത്രസൈറ്റ് ആണ്. നമ്മൾ ആ ഷോർട്ട് നോട്ടിൽ അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും. ഷോർട്ട് നോട്ടിലുണ്ട് 80% എന്തുണ്ട്? ആന്ത്രസൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയാണ്. അപ്പൊ അടുത്ത ഒരു 3 ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു 20 ക്വസ്റ്റ്യൻ വരെ. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ 18ാമത്തെ ക്വസ്റ്റ്യൻ. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏത് സംസ്ഥാന? മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം. അതായത് മേൽക്കൂരയിൽ വീഴുന്ന വെള്ളമൊക്കെ എന്ത് ചെയ്യുക? ശേഖരിക്കുക. അത് ശേഖരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിർബന്ധമാക്കി. നിയമം കൊണ്ട് അവര് നിർബന്ധമാക്കി. ഏത് സംസ്ഥാനം ആയിരിക്കത്? തമിഴ്നാടാണ് അല്ലെ. തമിഴ്നാടാണ്. കാരണം എന്താ? കാരണം അവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുള്ള
സ്ഥലമാണല്ലോ അല്ലെ. അതുകൊണ്ടായിരിക്കാം മേൽക്കൂര നമ്മുടെ മേൽക്കൂരയിലൊക്കെ വീഴുന്ന വെള്ളമൊക്കെ ശേഖരിച്ച് മഴവെള്ളം ശേഖരിക്കുന്ന നിർബന്ധമാക്കിയത് നിർബന്ധമാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അതുപോലെ മെക്സിക്കോയില് 19ാമത്തെ ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് എന്താ? അറിയപ്പെടുന്ന എന്ത് പേരിലാ? ഇത് നമ്മളെ SCRT ഉള്ളതാണ് കേട്ടോ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിൽപ്പ എന്ന പേരിലാണ് കേട്ടോ. മിൽപ്പ എന്ന പേരിലാണ് മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. എന്താണ്? മിൽപ്പ. മിൽപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിച്ചൂട്ട് മിൽപ്പ. വെട്ടിച്ചൂട്ട് മിൽപ്പ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. മിൽപ്പ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? അതായത് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല അല്ലെ. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതല്ല എന്നുള്ളത്. പിന്നെ പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം ആണോ? അതും അല്ല കേട്ടോ. യമുന നദിയിലെ രാസമലിനീകരണം തടയലാണോ? അതും അല്ല. പിന്നെ ഏതാ? D ആണ് കേട്ടോ. ആൻസർ D ആണ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. അതായത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപികാകൃതിയിലുള്ള മരങ്ങൾ കുറെ ഉണ്ട് അല്ലെ. അതായത് നമ്മൾ 5ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു, 5ാം ക്ലാസ്സിൽ തന്നെ തോന്നുന്നു ഇതിനെയൊക്കെ, അതായത് മരങ്ങളുടെയോ അങ്ങനെയുള്ള ഇന്ന മരങ്ങളാണ് അവിടെയുള്ള ഹിമാലയത്തിൻ്റെതാണ്. അതിപ്പോ 5ാം ക്ലാസ്സിലാണോ 6ലാണോ അതോ 7ലാണോന്ന് കറക്റ്റ് ഓർമ്മല്ല. അതിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്ന ഏതാണ്? ചിപ്കോ പ്രസ്ഥാനമാണ് കേട്ടോ. ചിപ്കോ പ്രസ്ഥാനമാണ്. അപ്പൊ ചിപ്കോ പ്രസ്ഥാനം എന്തിനാന്ന് ചോദിച്ചാൽ എന്താ പറയാ? സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. എവിടുത്തെ? ഹിമാലയ പർവ്വതത്തിലെ അല്ലെ. അപ്പൊ ഈ 3 ഒന്നുകൂടി നമുക്ക് ക്രോഡീകരിക്കാം അല്ലെ. അപ്പൊ തമിഴ്നാടിന്റെ പ്രത്യേകത എന്താ? തമിഴ്നാട് ഇപ്പൊ പറഞ്ഞ തമിഴ്നാട് നമ്മള് എന്തെന്നാ പറഞ്ഞത്? മേൽക്കൂര, നമ്മുടെ മേൽക്കൂരയിൽ വീഴുന്ന വെള്ളമൊക്കെ നമ്മൾ ശേഖരിക്കണം. അവരെന്ത് നിയമം മൂലം അവര് നിർബന്ധാക്കിയതാണ് അല്ലെ. അതാണ് തമിഴ്നാട്. പിന്നെ മിൽപ്പ എന്ന് പറയുന്നത് എന്താ? ഒരു വെട്ടിച്ചൂട്ട് കൃഷിയാണ്. എവിടുത്തെയാണ്? മെക്സിക്കോയിലാണ് അല്ലെ. അതേപോലെ ചിപ്കോ പ്രസ്ഥാനം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എന്തിനു വേണ്ടിയിട്ടുള്ള? വനസമ്പത്ത് നശീകരണം തടയുന്നതിന് അല്ലെ. സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് എവിടുത്തെയാണ്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ആ ഷോർട്ട് നോട്ടും കൂടി വായിച്ചാൽ സെറ്റ് ആവട്ടോ. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഷോർട്ട് നോട്ട് വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതും കൂടി വായിച്ചു കഴിഞ്ഞാൽ ഇന്നതാന്ന് നമുക്ക് എന്തുകൊണ്ട് ഓപ്ഷൻ തെറ്റി എന്നുള്ളത് മനസ്സിലാവാൻ പറ്റും.